ആഘോഷങ്ങളിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്വാഗതം. Are you all ready? Oh, thank you. അപ്പോൾ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ എല്ലാവരെയും വിളിക്കാം. കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇവിടെ എത്തുന്ന നമ്മുടെ ജഡ്ജസ് എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യമായി പറഞ്ഞു ചേച്ചിക്കൊണ്ട് മാത്രം കുറ്റം പറയുന്ന നമ്മുടെ ചെറുക്കുട്ടൻ ചേട്ടൻ. ഷിയേട്ടാ, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. ഹായ് ഷിയേട്ടാ. ഷിയേട്ടാ, എന്താ പറ്റിയ ഇത്ര വരുന്ന വഴിക്കൊരു തമാശ ഓർത്ത് ഞാൻ ചിരിച്ചു പോയത്. കോമഡി. ഒരാളുണ്ടല്ലോ, ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറി. എന്നിട്ട് അവിടെ ചെന്ന് ചോദിച്ചു കട്ടിങ് ആണോ ഷേവിങ് ആണോ എന്ന്. അപ്പൊ അയാൾ എന്താ പറഞ്ഞതെന്നറിയോ? ഓരോന്ന് ഓരോ പ്ലേറ്റ്. പുതിയ കോമഡി അല്ലല്ലോ ഇത്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പുതിയതല്ല, പക്ഷേ ഈ പഴയ കാര്യം ഓർത്ത് ഞാനെപ്പോ അങ്ങ് ചിരിച്ചു പോകും കേട്ടു. Anyway, he is always like that. അപ്പൊ നമ്മളെ രണ്ടാമത്തെ ജഡ്ജ് എവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ രണ്ടാമത്തെ ജഡ്ജിനെ വിളിക്കുകയാണ്. എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും കൊച്ചുമേ പറയാത്ത നമ്മുടെ ജഡ്ജാണ് വരാൻ പോകുന്നത്. Didi, please come on to the stage. Oh, come on everybody. Hi everybody, how are you? I love you Kuwait. Oh no, I love you Qatar. How are you? How are you Rinchu? Oh, fine. You're fantastic, elastic and plastic. I think you're elastic and loose, I think. Okay, I'll manage it. Okay, I'm very proud to be here. നന്നാ ഇருக்கு, എല്ലാരും നന്നാ ഇருக்கு. നിങ്ങൾ എല്ലാരും ഒന്ന് കൈയടിച്ചേ. Come on everybody. Thank you. Okay, ready? 1, 2, 3. Hi, you are so sweet. I love you. ഈ ദീദിയുടെ കാര്യം ആരെ കണ്ടാലും ഐ ലവ് യു എന്നങ്ങ് പറയും കേട്ടോ. മുക്കിയത് മതി. ഓക്കെ, നമുക്ക് പാർട്ടിസിപ്പൻസിനെ വിളിക്കാം. ഓക്കെ, അടുത്തന്നെ വിളിച്ചു. ഓക്കെ, നമ്മുടെ പാർട്ടിസിപ്പൻസ് എല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിക്കാൻ. അവർ കോമ്പീറ്റ് ചെയ്യാനായിട്ട് വളരെ റിഹേഴ്സൽ എല്ലായിടത്തും ഇവിടെ ടയർഡ് ആയിട്ട് നിൽക്കുകയാണ്. எனவே നമുക്ക് ഓരോ പാർട്ടിസിപ്പന്റ് ആയിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യമായി വരുന്നു സംവിധാനന്ദൻ. മിസ്റ്റർ സാമി, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. കരച്ചിൽ തുടങ്ങി. ചെക്കന് പോയിന്റ് കിട്ടാൻ വേണ്ടിയാ. അങ്ങനെ കരച്ചിൽ തന്നെ. ഹലോ, ഒരു ചെറുകം കൂടി വെച്ച ഹെലികോപ്റ്റർ പോലെ ഇരിക്കും. നന്നായിട്ടുണ്ട് കേട്ടോ. ഹായ് സാവധാനന്ദൻ, ഹൗ ആർ യു? വാട്ട് ഈസ് ദിസ്? ഇതെന്താ എയർബസിന്റെ പോലെ ഇരിക്കുന്ന രണ്ട് വൈപ്പറൂടെ ഫിറ്റ് ചെയ്തിട്ടായിരുന്നോ? You're so beautiful, you know. എന്താ പറയണോ? You're so fantastic. തുടങ്ങി. മോനെ വല്ലതും മനസ്സിലായോ? ദീദിക്കും അറിയില്ല എന്താ പറയുന്നത്. കുറെ കാലമായി പറയുന്നത് എലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്നൊക്കെ. അല്ലെ മോനെ, ഇതാരെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്തത്? നല്ല കോമ്പിനേഷനാ. പോത്തിറച്ചി അലുവയും പോലെ ഇരിക്കുന്നു. മുക്കി തുടങ്ങി. മോനെ, ആദ്യം ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഭക്തിഗാനമാണോ? മോനെ കുറിച്ചുള്ളതിന്റെ പാട്ടായിരിക്കും അല്ലേ? കുറെ കാലമല്ലേ തുടങ്ങിയിട്ട്, അപ്പൊ പാടാല്ലേ? പക്ഷെ എത്ര നന്നായിട്ട് പാടിയാലും മാർക്ക് കൊടുക്കരുന്ന ചാനൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ പാടിക്കൂ. Okay, please remove your specs. மாமலை சபரியிலே மணிகண்டன் சன்னிதானம், மாமலை சபரியிலே மணிகண்டன் சன்னிதானம், பாதரும் பக்தர்களும் வணங்கிடும் சன்னிதானம், பூமகன் குடை கொண்டு உடை தீர்க்கும் சன்னிதானம், பூமகள் மைந்தனை புண்ணிய சன்னிதானம், மாமலை சபரியிலே மணிகண்டன் சன்னிதானம்.
യു സാങ് വെരി വെൽ ഇല്ലേ? വെരി വെൽ. നന്നായി പാടിയിരിക്കാങ്ക. പക്ഷെ ഇടയ്ക്ക് ഒരു ചെറിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതാനം കേട്ടിരുന്ന ഇടയ്ക്ക് അത് വരണം. അതാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഐ തിങ്ക് സോ. അങ്ങനല്ലേ? അതെ അതെ മോനെ, നല്ല ശ്രുതി, നല്ല താളം, നന്നായിട്ട് പാടി. പക്ഷേ ഈ കോസ്റ്റ്യൂമിന്റെ ബട്ടൺ ഉണ്ടല്ലോ, അത് നീലയായിരുന്നെങ്കിൽ മാർക്ക് കൊടുക്കായിരുന്നു. അതുകൊണ്ട് 100-ൽ 1.5 മാർക്ക് കൊടുക്കാം. ഇവനൊക്കെ അങ്ങോട്ട് രക്ഷപ്പെട്ടു പോയി, എനിക്ക് പാരയാവും നീ. അപ്പൊ ഡേഞ്ചർ സോണിലേക്ക് പോണോ? ഡേഞ്ചർ സോൺ എവിടെ നമുക്ക് എത്ര പോയിന്റ്സ് കൊടുക്കാം? Out of 80, I give you 110. Okay, my God, that's really great. ആദ്യമായിട്ടാണ് ഒരു കണ്ടസ്റ്റന്റിന് ഔട്ട് ഓഫ് 80 110 പോയിന്റ്സ് കിട്ടുന്നത്. സാച്ചി ഹാപ്പി ആയില്ലേ? താങ്ക് യു. ഓക്കെ, അതെ മോളെ ഒരു അവതാരികല്ലോ, ഒരു അവതാരമാ. പട്ടി അടിച്ച പോലെ കിടന്ന് പേ പിടിച്ച പോലെ അല്ലേ? ഓക്കെ മോനെ, അപ്പൊ നന്നായിട്ട് പാടി. ഇനി ആരെ അനുകരിച്ച് പാടാൻ പോകുന്നേ? അടുത്തത് ആൽബം ഗാനങ്ങളൊക്കെ പാടിയിട്ടുള്ള കൈലാഷ് ഖേർ എന്ന ഗായകൻ. ഓക്കെ പാടി. നന്നാ പാടുങ്കോ. खुदा से मन्नत मेरी, खुदा से जिंदगी मेरी, वो मन वो आन सारा, वो मन वो सम कान सारा, वो गुताया लौटा दे कश्मीर पारा, वो गुताया लौटा दे कश्मीर दोबारा, मेरी रूह की तस्वीर मेरा तस्वीर, वो खुदाया लौटा दे कश्मीर दोबारा, वो खुदाया लौटा दे कश्मीर दोबारा. Thank you. മോനെ സമ്പി, സാധനം വന്നില്ലല്ലോ. എന്താ സാധനം വന്നില്ല മോനെ? എന്താ പൊന്നു മനുഷ്യ, വളരെ മാന്യമായിട്ടുള്ള വേഷം ഇട്ടുകൊണ്ട് നിന്നിപ്പോ ഞാൻ അവിടുത്തെ സ്റ്റാൻഡേർഡായിട്ട് എന്തെങ്കിലും പറയുന്നു. എടി കൊച്ചാ, നീയൊക്കെ എങ്ങനെയാ ഈ പുള്ളിയുടെ അടുത്ത് നിൽക്കണത്? നിങ്ങൾ ഉദ്ദേശിക്കണ മോനെ, ഞാൻ ഉദ്ദേശിച്ച സംഗതി വന്നില്ല. അണ്ട കിടക്കണ വീണ്ടും ഒന്നും പറയണ്ട മോനെ, മനസ്സിലായില്ലേ സംഗതി? കൂടിയിരിക്കുന്ന പേര് പറയാവുന്നതാണ് സാറേ. എന്തോ ഈ സംഗതി സാധനം പറഞ്ഞ ഞാൻ പറയട്ടെ, എന്റെ കയ്യിൽ ആകെ 50 രൂപ ഉണ്ട്, അത് ഞാൻ ഇടാം. ബാക്കി എല്ലാവരും കൂടെ ഷെയർ ഇടാം. എന്നാ സാധനം ഏതാ ബ്രാൻഡ് എന്ന് വെച്ചാൽ പറത് വാങ്ങിച്ചു. എന്റെ പൊന്നു മോനെ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതായത് ഒരു കൊട കൊണ്ടുവരായിരുന്നു. അങ്ങനെ പാടുമ്പോ അത് സരികയിലാ കിടക്കുന്നത്, മനസ്സിലായോ? സാരികയില, സാരി ശബ്ദത്തിലാ കിടക്കുന്നത്. അപ്പൊ സാരി പൊങ്ങണം. സാരി നീ രക്ഷപ്പെട്ടോ? അങ്ങേരൊക്കെ അതല്ലല്ല, ഈ പാൻറ് ഇട്ട് വന്ന് ഞാനായതുകൊണ്ട് കുഴപ്പമില്ല. വല്ല വെമ്പിള്ളേരുടെ അടുത്തും പറഞ്ഞാൽ അടി ഉണ്ടായിരുന്നു. മോനെ ഉദ്ദേശിച്ചത് മനസ്സിലല്ലേ? സാരി പൊങ്ങണമെന്ന്. അതാണ്. എന്ത് വേണേരാവാം, മനസ്സിലായി? എവിടെയാ പോയെന്ന് മനസ്സിലായോ? ആണ്ട കിടക്കണം അടുത്ത ആള്. ഒരാള് സാധനം കണ്ടില്ല, പിന്നെ സംഗതി വന്നില്ല. അടുത്ത ആള് സംവിധാനത്തിൽ എവിടെയാ പോയെന്നറിയോ? എവിടെ പോയെന്നപ്പോ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? നിങ്ങൾ നോക്കണം. നിങ്ങൾ എവിടെയെങ്കിലും കൂണെന്ന് കളഞ്ഞിട്ട് എന്നോട് പറയരുത്. ഞാൻ അവിടെ പാടാമെന്നാണ്. നിങ്ങൾ എവിടെയെങ്കിലും കൂണെന്ന് കളഞ്ഞിട്ട് എന്നോട് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഐ തിങ്ക് ആ സംഗതി പോയ കാര്യം ഞാൻ പറഞ്ഞത്. സംഗതി പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എടുത്തപ്പോ പോയോ? ഇങ്ങനെ എടുത്തപ്പോ അവിടെ പോയി, അത് പോയി, അത് വേണം. അവിടെ ഇട്ടില്ല. അല്ല, നിങ്ങൾക്ക് പണ്ട് മീൻ കച്ചവടമായിരുന്നോ? മീൻ കച്ചവടമായിരുന്നോ പണി? അല്ല മോനെ, ആ സംഭവം അവിടെ പോയി. എന്താ പോയത് അവിടെ? എന്താ പോയെന്ന് എനിക്കറിയാൻ പറ്റും. ഒരു കിളി പറന്നുപോയി. അതെനിക്ക് ഈ ചെക്കൻ എപ്പോഴും കിളി പോകുന്നുണ്ട്. കിളി തന്നെയാണോ പോകുന്നത്? ദൈവത്തിനറിയാം. അടുത്തത് ആരെ അനുകരിക്കാൻ പോകുന്നേ? അടുത്തത് ഒരു തമിഴ് പാട്ട് പാടിയിട്ടുള്ള ഒരു ഗായകനാണ്. തമിഴാണല്ലേ? ഉലകനാഥൻ. ഓ ശരി, കേൾക്കാം. ഓ ശരി മോനെ. ഓക്കെ, സിംഗ് വെരി വെൽ. ഓക്കെ.
കാലമണിക്ക് വെള്ളക്കമണിക്ക് കല്യാണം അരത്തങ്ങാൻ ഈ കൂട്ടമെല്ലാം പോകണം കടലിൽ കടക്കുകയാ തീർമണോ ആടുകെല്ലാം പണം ഓ മോനെ ഇതും ഒരു 1.5 മാർക്ക് തരാനേ പറ്റൂ. താങ്ക് യു. ഇനി ബാക്കിയെല്ലാം SMS-ലായിരിക്കുന്നത്. SMS-ന്റെ ഫുൾ ഫോം അറിയോ? അറിയാം. എന്തുവാ SMS? SMS-ന്റെ ഫുൾ ഫോം എന്താ? സമയമുള്ളവര് സാധാരണക്കാരുടെ മണി കളയുന്ന സാധനം. എന്തോലൊക്കെയാ ഒന്നും പഠിച്ചിട്ടില്ലല്ലേ? അല്ല മോനെ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോന്നേ? ഇനി വോട്ട് ചോദിക്കണം. കരച്ചിൽ തുടങ്ങി കേട്ടോ. സണ്ണി കറേത് വോട്ടുണ്ട്. പൊന്നു ഞാൻ പറഞ്ഞോളാം. എൻ്റെ പാട്ടും കാര്യങ്ങളെല്ലാം കണ്ടു, എൻ്റെ വേഷമെല്ലാം കണ്ടു. നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം. എൻ്റെ വോട്ട് ചെയ്യേണ്ട തറപ്പായോ? തറപ്പായ എന്ന് പറഞ്ഞ മലയാളികളുടെ അടുത്തല്ലേ ചോദിക്കുന്നത്? മലയാളത്തിൽ ചോദിക്കുന്നത്. തറപ്പായ എന്ന് പറഞ്ഞാൽ എന്താ? തറ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോറ്. ഫ്ലോറ്. പായ എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റ്. അതാ പറഞ്ഞത്. എൻ്റെ തറപ്പായ സാവധാനന്ദൻ, ബഹിരാകാശം, സ്പേസ് എന്നുള്ളത് മലയാളത്തിൽ പറഞ്ഞ ബഹിരാകാശം. സാവധാനന്ദൻ, ബഹിരാകാശം, വദാനം. അയ്യോ ലേക്ക് എല്ലാവരും SMS ചെയ്യുക. എന്താണേലും അവര് വിട്ടാ പോരെ. അപ്പൊ എല്ലാവരും എനിക്ക് പറഞ്ഞത് വിടണം. അല്ല മോന്റെ കൂടെ ആരും വന്നിട്ടില്ലേ? അല്ല, ആരും EMS വിടൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ കൂടെ സഹകരിക്കുന്ന, എൻ്റെ കൂടെ പാടുന്ന കുട്ടി വന്നിട്ടുണ്ട്. അവളെ കണ്ടിട്ടെങ്കിലും നിങ്ങൾ എല്ലാവരും EMS വിടണം. മോളോ എന്താ പേരെന്താ? EMS അല്ല SMS. എന്താണേലും വിട്ടാ പോരെ, അവര് വിട്ടോളും. നിങ്ങൾ ഇതുമ്പോ ഇടയ്ക്ക് കയറില്ലേ? അത് കുട്ടിയുടെ പേരെന്താ? അവളെ സ്വർണത്തെ പോലെ ഇരിക്കുന്നത്, തനി തങ്കത്തെ പോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവളെ ഞാൻ ഓമന പേരായിട്ട് വിളിക്കുന്നത്. ഒരു സ്വർണ്ണക്കടയുടെ പേരിലാണ് വിളിക്കുന്നത്. എന്താ ഇട്ടിരിക്കുന്നത്? കട്ട്ലസ് എന്നാ വിളിക്കുന്നത്. കട്ട്ലസ്. കണ്ട, ഇതാണ് കട്ട്ലസ്. ഇതാണല്ലേ ഇവിടെ കണ്ടിട്ടെങ്കിലും എല്ലാവരും മറ്റേ പറഞ്ഞ EMS അല്ല SMS. വിട്ടാ പോരെ, മിണ്ടാതി. അല്ല കട്ട്ലസ് ജ്വല്ലറി എന്നുള്ള പേര്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്? ഇവള് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമല്ലേ. തന്നെയുമല്ല ഇവളിപ്പോ സലാലയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പക്ഷെ ഒരു പണത്തൂക്ക് മുന്നിൽ കൂടുതലാണോ? ഓക്കെ, താങ്ക് യു. Thank you and have a good day.